നമസ്കാരം. സത്യം 100% സ്വാഗതം. അഡ്വക്കേറ്റ് കുമരകം ശങ്കുണ്ണി മേനോനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഹത്തുക്കളെക്കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കുമോ? അത്രയും വലിയൊരു മനുഷ്യൻ എടുത്ത ഒരു സമീപനമാണ് ഇന്നത്തെ സത്യം 100% ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2006 എന്നാണ് എൻ്റെ ഓർമ്മ. 2006 പള്ളിപ്പുറത്തുകാവിലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സ്മാരക മന്ദിരത്തിൽ സാക്ഷാൽ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ സാറിൻ്റെ ജന്മദിനാഘോഷം നടക്കുകയാണ്. ആ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് കുമരകം ശങ്കുണ്ണി മേനോൻ സാർ സംസാരിക്കുമ്പോൾ ഞാൻ സദസ്സിലുണ്ട്. ഒരു മഹാഭാഗ്യം. ഒരു മഹാനെ നേരിൽ വളരെ അടുത്ത് കാണാനും ഒരു മഹാനായ ഒരാളുടെ പ്രസംഗം കേൾക്കാനും ഒക്കെ ഭാഗ്യം കിട്ടുകയാണ്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ കുമരകം ശങ്കുണ്ണി മേനോൻ സാർ ഒരു അനുഭവം പങ്കുവെച്ചു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സംശയം. അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതുങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു എന്നാണോ കഥ എന്ത് കണ്ടു എന്നാണോ എന്നെനിക്കൊരു സംശയം. ഞാൻ അപ്പോൾ തന്നെ ഫോണെടുത്ത് എൻ്റെ വന്ധ്യഗുരുനാഥൻ അമ്പലപ്പുഴ രാമവർമ്മ സാറിനെ വിളിച്ചു. ഉടനെ രാമവർമ്മ സാർ എനിക്ക് എൻ്റെ ശങ്ക സമാധാനം, എൻ്റെ സംശയ നിവാരണം നടത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നു. ശങ്കുണ്ണി, അതുങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യനല്ലേ, അപ്പോൾ കഥ എന്ത് കണ്ടു എന്ന് തന്നെയാണ് വരേണ്ടത്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് മറ്റൊന്നാണ്. അമ്പലപ്പുഴ രാമവർമ്മ സാറ് ഹിമാലയ സദൃശ്യനായ ഒരു മഹാത്മാവ്. കുമരകം ശങ്കുണ്ണി മേനോൻ സാറ് എത്രയോ പ്രശസ്തനായ എഴുത്തുകാരൻ, സംഘാടകൻ, ഏറ്റവും പ്രസിദ്ധനായ അഡ്വക്കേറ്റ്. രണ്ടുപേരും ഏറെ മുതിർന്ന പ്രായത്തിലും ആ പ്രായത്തിലും തൻ്റെ ഉള്ളിലുണ്ടായ ഒരു സന്ദേഹം, ഒരു സംശയം തൻ്റെ വന്ധ്യ ഗുരുനാഥനെ വിളിച്ച് തീർക്കാൻ കാണിച്ച ആ വിനയം, ആ ഗുരുത്വം, ആ അഹങ്കാരമില്ലാഴിക, അതൊക്കെ എല്ലാവർക്കും എന്നും പാഠങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ആ അനുഭവ പാഠത്തിൻ്റെ അവതരണത്തിൻ്റെ നേർസാക്ഷിയാകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കണക്കാക്കുന്നു. സത്യം 100%.